ചാണ്ടി ഉമ്മനുമായി യാതൊരു ഭിന്നതയുമില്ലെന്നും പാലക്കാട്ടെ പ്രചരണ ചുമതല അദ്ദേഹത്തിന് നൽകുന്നതിൽ തീരുമാനം എടുക്കേണ്ടത് നേതൃത്വമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതികരിച്ചു. ഒരു പൊതുതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മൾ താരതമ്യപ്പെടുത്തുന്നത് ഇപ്പോൾ പുതുപ്പള്ളിയും തൃക്കാക്കരയും ഒക്കെ ആയിട്ടാണ്. പുതുപ്പള്ളിയും തൃക്കാക്കരയും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രത്യേകത പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പക്ഷേ പാലക്കാട് ബൈ ഇലക്ഷൻ്റെ പ്രത്യേകത പാലക്കാട് ബൈ ഇലക്ഷനിൽ നടക്കുന്ന സമയത്ത് തന്നെ വയനാട് ശ്രീമതി പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന അത് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യത്തെ മത്സരമാണ്. ആദ്യത്തെ മത്സരം എന്ന് പറയുന്ന ഒരു വലിയ മത്സരം അപ്പുറത്ത് നടക്കുന്നു, ചേലക്കരയിൽ നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആളുകൾക്കും എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാകാൻ കഴിയില്ല. ശ്രീ ചാണ്ടി ഉമ്മൻ അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും വളരെ സജീവമായി പോയി. വയനാട്ടിൽ അദ്ദേഹം വളരെ സജീവമായിരുന്നു. അദ്ദേഹം ചേലക്കരയിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അതിനിടയിൽ തന്നെ മലയാളികളുടെ ചില കൂട്ടായ്മകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ സജീവമായിരുന്നു. അത് എല്ലാ തിരഞ്ഞെടുപ്പിലും വളരെ സജീവമായിട്ടുള്ള ഒരാളാണല്ലോ ശ്രീ ചാണ്ടി ഉമ്മൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഇപ്പം നമുക്ക് ജനങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാർ എല്ലാ ദിവസവും ആ മണ്ഡലത്തിൽ വരണമെന്നില്ല. ആ മണ്ഡലത്തിൽ അവർ വരുന്ന ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ ഒരു സ്വാധീനം ബാക്കി ദിവസങ്ങളിലേക്ക് ഉണ്ടാകുമല്ലോ സ്വാഭാവികമായിട്ടും. താൻ സഹോദരതുല്യനായി കാണുന്ന നേതാവാണ് ചാണ്ടി ഉമ്മൻ. പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലും ചാണ്ടി ഉമ്മൻ സജീവമായി പങ്കെടുത്തിരുന്നു. വയനാട്, ചേലക്കര, പാലക്കാട് തിരഞ്ഞെടുപ്പുകൾക്കൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ഇവിടെയെല്ലാം ചാണ്ടി ഉമ്മൻ പ്രചരണത്തിൽ സജീവമായിരുന്നുവെന്നും രാഹുൽ പ്രതികരിച്ചു. സംസ്ഥാനത്ത് തടസ്സരഹിതമായി ഗുണമേന്മയുള്ള വൈദ്യുതി ലഭ്യമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ചിറ്റൂർ വിളയോടിയിലുള്ള 66 kVA സബ്സ്റ്റേഷനും അനുബന്ധ ലൈനും 110 kV ആയി ഉയർത്തുന്നതിന്റെയും സബ്സ്റ്റേഷന്റെ ശേഷി 20 MVയിൽ നിന്ന് 25 MV ആയി ഉയർത്തുന്നതിന്റെയും ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമൂഹത്തിലെ പാവപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും കർഷകർക്കും വൈദ്യുതി നിരക്കിൽ ഇളവ് നൽകി വരുന്നതിനോടൊപ്പം പൊതുമേഖലയിൽ കമ്പനിയെ കാര്യക്ഷമമാക്കി നിലനിർത്തി പോരുന്നതിന്റെയും ഭാഗമായാണ് നാമമാത്രമായ ഇപ്പോഴത്തെ വൈദ്യുതി നിരക്ക് വർധനയെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്ത് തന്നെ പ്രവർത്തനം തെളിയിക്കുന്ന സൂചികകളിൽ വളരെ മികച്ച നിലവാരം പുറത്തുവരുന്ന KICB ലിമിറ്റിനെതിരെ ചില കോണുകളിൽ നിന്നും വരുന്ന അസത്യപ്രചരണം നടത്തുന്നവർ ഈ സ്ഥാപനത്തെ സ്വകാര്യവൽക്കരണത്തിലേക്ക് തള്ളിവിടാനുള്ള ഗൂഢശ്രമങ്ങളാണ് നടത്തി വരുന്നത്. സമൂഹത്തിലെ പാവപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും കർഷകർക്കും വൈദ്യുതി നിരക്കിൽ ഇളവ് നൽകി വരുന്നതിനോടൊപ്പം പൊതുമേഖലയിൽ കമ്പനിയെ കാര്യക്ഷമമായി നിലനിർത്തിപ്പോരുന്നതിന്റെ ഭാഗമാണ് നാമമാത്രമായ എപ്പോഴത്തെ വൈദ്യുതി നിരക്ക് വർധന. കേന്ദ്ര വൈദ്യുതി നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തെ എല്ലാ വൈദ്യുതി കമ്പനികളും എല്ലാ വർഷവും നിരക്ക് പരിഷ്കരിക്കണമെന്ന് റെഗുലേറ്ററി കമ്മീഷനുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ നിരക്ക് വർധന 2024-25 16 പൈസയും 2025 12 പൈസയും 2026-27 നിരക്ക് വർധന ഇല്ലാതെയുമാണ് കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത്. രാജ്യത്ത് തന്നെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന KSEBിക്കെതിരെ അസത്യ പ്രചരണം നടത്തുന്നവർ ഈ സ്ഥാപനത്തെ സ്വകാര്യവൽക്കരണത്തിലേക്ക് തള്ളിവിടാനുള്ള ഗൂഢശ്രമങ്ങളാണ് നടത്തിവരുന്നത്. കേന്ദ്ര വൈദ്യുതി നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തെ എല്ലാ വൈദ്യുതി കമ്പനികളും എല്ലാ വർഷവും നിരക്ക് പരിഷ്കരിക്കണമെന്ന് റെഗുലേറ്ററി കമ്മീഷനുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ നിരക്ക് വർധന 2024-25 16 പൈസയും 2025-26 12 പൈസയും 2026-27 നിരക്ക് വർധന ഇല്ലാതെയുമാണ് കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത്. എന്നാൽ തൊട്ടടുത്ത കർണാടകയിൽ 2025-26 67 പൈസയും 2026-27 74 പൈസയും 2027-28 91 പൈസയുമാണ് വർധനയ്ക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഉൽപാദന രംഗത്ത് വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. 1067.7 മെഗാവാട്ട് അധിക ഉത്പാദനം കൈവരിച്ചു. ഇതിൽ 979.2 മെഗാവാട്ട് സൗരോർജ്ജത്തിൽ നിന്നാണ്. ഇത്തരത്തിൽ പകൽ സമയത്ത് കുറഞ്ഞ ചിലവിൽ അധികമായി ലഭ്യമാകുന്ന സോളാർ വൈദ്യുതിയുടെ ഗുണം പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന വിധത്തിൽ കേരളത്തിലെ ചെറുകിട വ്യവസായങ്ങൾക്ക് പകൽ സമയത്ത് 10% വൈദ്യുതി ചാർജിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ഈ നടപടി കേരളത്തിന്റെ വ്യവസായ വളർച്ചയ്ക്കും അതിലൂടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമാകും. 250 യൂണിറ്റിന് മുകളിൽ പ്രതിമാസം വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്കും ഈ 10% ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് നിലവിൽ നൽകി വരുന്ന ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള കണക്റ്റഡ് ലോഡ് പരിധി 1000 വാട്ട്സിൽ നിന്ന് 2000 വാട്ട്സായി ഉയർത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ക്രോസ് സബ്സിഡി ഭാഗമായാണ് ഇപ്പോഴത്തെ നിരക്ക് വർധനയെന്ന് മന്ത്രി പറഞ്ഞു. ചിറ്റൂർ വിളയോടി 110 kV സബ്സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റിഷ പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. KSEB ലിമിറ്റഡ് സ്വതന്ത്ര ഡയറക്ടർ അഡ്വക്കേറ്റ് V മുരുകദാസ്, ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുജാത S, ജില്ലാ പഞ്ചായത്ത് അംഗം മാധുരി പത്മനാഭൻ, പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A കൃഷ്ണകുമാർ തുടങ്ങിയവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി. ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ അധ്യാപകരെ ദിവസക്കൂലിക്കാരാക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ച മനുഷ്യാവകാശ ദിനത്തിൽ അധ്യാപകരുടെ പ്രതിഷേധം.
അധ്യാപകരുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്ന അവസ്ഥയിലെത്തിയതോടെയാണ് അധ്യാപകർ തെരുവിലിറങ്ങി സമരം നടത്തിയത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും DD ഓഫീസുകളിലേക്ക് മാർച്ചുകൾ നടന്നു. പാലക്കാട് DD ഓഫീസ് മാർച്ച് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ A. തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകർക്ക് തെരുവിലിറങ്ങേണ്ടി വന്നത് ഇടത് സർക്കാരിന്റെ ഭരണ പരാജയമാണെന്ന് തങ്കപ്പൻ ആരോപിച്ചു. മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയ്ക്ക് അധ്യാപകർ ബലിയാടാകേണ്ടി വരുന്നത് ന്യായീകരിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംരക്ഷിക്കേണ്ടതായ ഇന്റർനാഷണൽ ഒരു സമരത്തെ എല്ലാം ഉദ്ദേശിക്കുന്നത്. നാളെ ഒരു തുടക്കം മാത്രമാണ്. മറ്റന്നാൾ K. മുരളീധരൻ വന്ന് ഉദ്ഘാടനം ചെയ്ത് 10 മണിക്ക് വൈകുന്നേരം 5 മണി വരെ ഇവിടെ ആയിരങ്ങൾ ഇവിടെ ഉണ്ടാവും. ആയിരങ്ങളുടെ പോരാട്ടം ഈ ഗവൺമെന്റിൽ ഉണ്ടാവും. അത് മാത്രമല്ല, വീണ്ടും ഞങ്ങൾ തുടർന്ന് മണ്ഡലം ബ്ലോക്കും വീണ്ടും തിരിച്ച് ഈ ഗവൺമെന്റിന്റെ ഈ കർഷകരോടും ഈ ജീവനക്കാരോടും അതുപോലെ തെറ്റായ തിരിച്ചത് വരെയുള്ള പോരാട്ടം നമ്മൾ നടത്തിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അവകാശം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിങ്ങളെ ഒറ്റപ്പെടുത്തില്ല. KPCC സെക്രട്ടറി P. ഹരിഗോവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. സുനിൽകുമാർ, ജെയിംസ് തോമസ്, G. രാജലക്ഷ്മി, P. K. ഹരിനാരായണൻ, നസീം ഹുസൈൻ തുടങ്ങിയവർ മാർച്ചിനെ അഭിസംബോധന ചെയ്തു. റവന്യൂ ജില്ലാ പ്രസിഡന്റ് ഷാജി S. തെക്കേതിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രമേശ് പാറപ്പുറം ആമുഖ പ്രഭാഷണം നടത്തി. പെൻഷൻ പരിഷ്കരണത്തിന്റെയും 3 വർഷത്തെ 6 ഗഡു ക്ഷാമാശ്വാസ കുടിശ്ശികയും ഉടൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പാലക്കാട് ടൗൺ ബ്ലോക്ക് കമ്മിറ്റി കളക്ടറേറ്റിന് മുൻപിൽ പ്രകടനവും ധർണയും നടത്തി. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി O. മോഹൻദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് H. സൈമൺ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി മെമ്പർമാരായ B. വിജയൻ, P. G. മോഹൻകുമാർ, ബ്ലോക്ക് സെക്രട്ടറി V. ദണ്ഡപാണി, V. ഓമന, G. V. രാധാകൃഷ്ണൻ, V. R. രാജൻ, M. മോഹൻദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്വാതന്ത്ര്യം ലഭിച്ച 75 വർഷം പിന്നിട്ടിട്ടും സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടേണ്ടി വരിക എന്നത് അപഹാസ്യമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പറഞ്ഞു. ഉത്തര സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിലൊന്ന് കൃഷിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാലക്കാട്ട് നിന്ന് നിയമസഭാ സാമാജികനാകാൻ ഒരവസരം കിട്ടിയപ്പോൾ ആ അവസരത്തിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഞാൻ ആദ്യമായി ഇടപെട്ട വിഷയവും കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് വളരെ സന്തോഷത്തോടെ ബഹുമാനത്തോടു കൂടിയിട്ടാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പാലക്കാട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നായ പുത്തൻ സമുദായം ഏറ്റവും അധികം ഏർപ്പെട്ടിട്ടുള്ള നെൽകൃഷിയുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്താണ് മുഖ്യമന്ത്രിക്ക് ആദ്യം കൊടുത്ത ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശവും സംരക്ഷണവും സമത്വവും സ്വാഭാവികമായി ലഭിക്കേണ്ടതാണെന്നും അത് പിടിച്ചു വാങ്ങേണ്ടതല്ലെന്നും രാഹുൽ പറഞ്ഞു. ഡിസംബർ 27-ന് ശ്രീകൃഷ്ണപുരം സംഗീതശില്പം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഗുപ്തൻ വനിതാ സേവന സമാജം സംസ്ഥാന സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. സമ്മേളനം 27-ന് രാവിലെ 10 മണിക്ക് പ്രശസ്ത പിന്നണി ഗായികയും കഥകളി സംഗീതജ്ഞയുമായ മീരാറാം മോഹൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഇവർ അറിയിച്ചു. ചെയർമാൻ സിന്ധു ടീച്ചർ, രക്ഷാധികാരി വിജയലക്ഷ്മി ടീച്ചർ, മുൻ നഗരസഭാ അധ്യക്ഷ പ്രിയ ജയൻ, കൺവീനർ ഹരിപ്രഭ, ലോഗോ ഡിസൈനർ രഞ്ജിത്ത് കൃഷ്ണ തുടങ്ങിയവരും പങ്കെടുത്തു. സർവീസ് പെൻഷൻകാർക്ക് അർഹതപ്പെട്ടതും അവകാശപ്പെട്ടതുമായ ആനുകൂല്യങ്ങൾ ലഭിക്കാതിരുന്നതിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് തല പ്രകടനവും ധർണയും ഇലപ്പുള്ളിയിൽ നടത്തി. ശമ്പള പെൻഷൻ പരിഷ്കരിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുക, പെൻഷൻ പരിഷ്കരണത്തിന്റെ കുടിശ്ശികയുടെ 4ാം ഗഡു അനുവദിക്കുക, മെഡിസിപ്പിലെ അപാകതകൾ പരിഹരിക്കുക, മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കുക, 70 വയസ്സ് കഴിഞ്ഞവർക്ക് അധികം പെൻഷൻ നൽകുക, കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഉന്നയിച്ചു. എലപ്പുള്ളി പേട്ടയിൽ നിന്നും ആരംഭിച്ച പ്രകടനം എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണാസമരം പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് CS സുകുമാരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എന്തു തന്നെ ആയാലും ശരി, ഞാൻ പറഞ്ഞല്ലോ, ഈ പരിഷ്കരണം നടന്നത് പ്രതികൂലമായ കേരളത്തിൽ സാമ്പത്തികമായ അല്ലെങ്കിൽ ആരോഗ്യപരമായ ഒക്കെ ഉള്ള പ്രതികൂലമായ ഒരു കാലാവസ്ഥയിലാണ് ആ പരിഷ്കരണം നടന്നത്. ആ പരിഷ്കരണം നടന്നപ്പോഴും സ്വാഭാവികമായും കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പോലെ കുടിശ്ശികയുണ്ടായി. അങ്ങനെ കുടിശ്ശികയുണ്ടായപ്പോൾ ആ കുടിശ്ശികയുടെ കാര്യം 4 ഗഡുക്കളായി ആ വർഷം തന്നെ തരും എന്നാണ് അന്ന് പ്രഖ്യാപിച്ചത്. ആ വർഷം തന്നെ 4 ഗഡുക്കളായി തരും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ 2 ഗഡുക്കളും അതാത് സമയത്ത് നിന്ന് നമ്മുടെ കയ്യിൽ 3-4 ഗഡുക്കളായിരുന്നു നമുക്ക് കിട്ടാതിരുന്നത്. അതിൽ 3ാം ഗഡുവും നമ്മുടെ കയ്യിൽ. ബ്ലോക്ക് പ്രസിഡന്റ് CR നാരായണമൂർത്തി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി PV ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഗോപാലപിള്ള, ലക്ഷ്മിക്കുട്ടി എലപ്പുള്ളി, യൂണിറ്റ് സെക്രട്ടറി KK നാരായണമൂർത്തി തുടങ്ങിയവർ പ്രസംഗിച്ചു. കുടിവെള്ളം മുടങ്ങി. കാലിക്കൂടങ്ങളുമായി വീട്ടമ്മമാരടക്കമുള്ള പ്രദേശവാസികൾ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി പ്രതിഷേധിച്ചു.
മൊത്തം മലിന വെള്ളം 3 ദിവസമായി. ഈ വെള്ളമാണ് രാത്രിയായിട്ട്. ഇതിപ്പോ ബോട്ടലില് ഇതിനെക്കാളും ചളിയാണ് ഇത് വരുന്നത്. എല്ലാ ഭാഗവും വെള്ളം വരുന്നേ ഇല്ല. 20 കൊല്ലം വെള്ളം വന്നു, ഇപ്പൊ വെള്ളം വരുന്നേ ഇല്ല. വെള്ളം പിടിപ്പിക്കുക പിന്നെ കഴിഞ്ഞാൽ പിന്നെ വെള്ളം പഴയതുപോലെ തന്നെ ആവും. പരാതി പറയുമ്പോൾ മാത്രമാണ് ഇവര് വന്ന് വെള്ളം. മണലി, ജീവൻ നഗർ, ഓട്ടൂർത്തറ, കല്ലേപ്പുള്ളി എന്നീ പ്രദേശങ്ങളിലാണ് ദിവസങ്ങളോളം കുടിവെള്ളം മുടങ്ങിയത്. കുടിവെള്ളത്തിന് ക്ഷാമമില്ലാതിരുന്ന ഈ പ്രദേശത്ത് ജൽജീവൻ മിഷന്റെ ഭാഗമായുള്ള പരിഷ്കാരങ്ങൾ വന്നതോടെയാണ് കുടിവെള്ളം കിട്ടാക്കനിയായത്. രാവിലെ എണീച്ച പെണ്ണുങ്ങൾ വെള്ളമില്ല, അയ്യോ വെള്ളമില്ല, ഞങ്ങൾ പണിക്ക് 3 ദിവസമായിട്ട് വെള്ളമില്ല. 3ാമത്തെ ദിവസം വെള്ളം വന്നാണ് ഈ കാണും. ഇത് രാത്രി 12 മണിക്ക് ഞങ്ങൾക്ക് ഉറങ്ങണ്ടേ, ഞങ്ങൾക്ക് ജോലിക്ക് പോകണ്ടേ. വീട്ടിലെ പണി കുട്ടികളൊക്കെ അവിടെ ഇട്ട് വന്നിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നുണ്ട്. ആദ്യം വിട്ട പോലെ പെട്ടണം ദിവസം വെള്ളം വേണം. അതുവരെ വിട്ട് ഇവിടെ എന്തുകൊണ്ട് ഒരു കട്ടാക്കിയിരിക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് മണ്ണിൽ ഭാഗത്തെ കട്ടാക്കി തന്നെ അവര് അല്ലേ, എന്തുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഇല്ല. അവര് വെള്ളമില്ല, വിറകില്ല, വല്ല ഒരു സാധനം അവർ ഞങ്ങൾക്ക് തരില്ല. കരിപ്പിച്ച് കൂട്ടി ഞങ്ങൾക്ക് പറ്റില്ല. അവിടെ അവർ ഇരിക്കുന്നത് അത് സമ്മതിക്കില്ല. ഞങ്ങൾക്ക് വെള്ളം വേണം. പരാതി പറയുമ്പോൾ മാത്രമാണ് ഇവര് വന്ന് വെള്ളം വിടുക. 1 മാസം വെള്ളം വരെ പിന്നെയും പ്രശ്നമാണ്. ഇത് ഞങ്ങൾ 3-4 പ്രാവശ്യം അതുകൊണ്ട് വരാൻ തുടങ്ങിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ. എപ്പോ വന്നാലും ഇവർ പറയുമ്പോൾ മാത്രമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് പിന്നെ പറയട്ടെ പോലെ ഞങ്ങൾക്ക് പഴയ ലൈൻ തന്നെ ഒരു കറക്റ്റാക്കി തന്നാലും മതി. ഞങ്ങൾക്ക് ഈ ലൈൻ വേണ്ട. ഈ സപ്ലൈമെന്റ് പറയുന്നുണ്ട്, സപ്ലൈ മാറ്റിക്കോട്ടെ എന്ന് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വെള്ളം മതി. വർക്കേഴ്സ് പണിക്ക് പോകണവർക്ക് വെള്ളം കിട്ടുന്നില്ല. പണിക്ക് പോയി വരുമ്പോഴേക്കും വെള്ളം നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? അതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് പോകണം. ജൽജീവൻ മിഷന്റെ കണക്ഷനുകളിലൂടെ പതിവായി വെള്ളം കിട്ടാതെ വന്നതോടെയാണ് പ്രദേശവാസികൾ സംഘടിച്ച വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തിയത്. മരുത്തറോഡ് പഞ്ചായത്ത് മെമ്പർ സജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പ്രത്യേകിച്ച് കാലാകാലങ്ങളായിട്ട് നിത്യേന വെള്ളം വന്നുകൊണ്ടിരുന്ന ഒരു പ്രദേശമാണ് മണലി, ജീവൻ നഗർ, ഓട്ടൂർത്തറ എന്നുള്ള കല്ലേപ്പുള്ളി പ്രദേശം. പക്ഷേ കോടികൾ മുടക്കി 2 ടാങ്ക് മരുത്തറോഡ് പഞ്ചായത്തിൽ സ്ഥാപിക്കുകയും അതിൻ്റെ ടാങ്ക് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ വെള്ളം നിത്യേന വരുന്നില്ല എന്ന് മാത്രമല്ല 3-4 ദിവസം കൂടുമ്പോൾ ഒരു അതിഥിയെ പോലെ 1-2 മണിക്കൂർ വെള്ളം വന്നിട്ട് നിൽക്കുന്നൊരു പ്രശ്നം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുന്നെല്ലാം ഞങ്ങൾ വന്ന് പരാതിപ്പെടുകയുണ്ടായി. പക്ഷേ അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടി ഉണ്ടായില്ല. മാത്രമല്ല ഇത് ഇവരുടെ ജലജീവൻ മിഷൻ വാട്ടർ അതോറിറ്റിയും തമ്മിലുള്ളൊരു ഇൻറ്റേർണൽ ഇഷ്യൂ ആണത്. ആ ഇൻറ്റേർണൽ ഇഷ്യൂ സാധാരണക്കാരുടെ നെഞ്ചത്ത് കുതിര കയറുന്ന ഒരു അവസ്ഥ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു പരിഹാരം കാണാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. മണിക്കൂറുകളോളം വീട്ടമ്മമാരടക്കമുള്ളവർ നടത്തിയ പ്രതിഷേധത്തിനൊടുവിൽ ജൽജീവൻ മിഷൻ സംവിധാനം മാറ്റി പഴയ സംവിധാനത്തിൽ തന്നെ ജലം എത്തിക്കാമെന്ന ഉറപ്പ് നൽകിയതോടെയാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്. മനുഷ്യാവകാശ ദിനത്തിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വിലക്കയറ്റം തടയുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക, കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു വനിതാ മാർച്ച്. അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഖ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തികമായി എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിക്കുക എന്നതിന് ഗവേഷണം നടത്തുന്നവരായി ഇന്ത്യൻ ഭരണകൂടം മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കുറച്ച് നാളുകളായി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്തോട് ഇത്രയേറെ അനീതി കാണിച്ചിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. നോക്കൂ, രാജ്യത്ത് വരുന്ന ദുരന്തങ്ങളോട് പോലും മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് ഇന്ത്യയുടെ ഗവൺമെന്റ് ഈ കേരളത്തോട് സ്വീകരിക്കുന്നത്. അവസാനം കോടതിക്കുൾപ്പെടെ അക്കാര്യത്തിൽ ഇടപെടേണ്ടി വന്ന സാഹചര്യമുണ്ടായി. അതാണ് വയനാട് നടന്ന സമാനതകളില്ലാത്ത ദുരന്തം എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കുത്തക പ്രീണന നയങ്ങൾ സാധാരണക്കാരന്റെ ജീവിതം വഴിമുട്ടിച്ചിരിക്കുകയാണെന്ന് അവർ പറഞ്ഞു. വിലക്കയറ്റം തടയുന്നതിൽ കേന്ദ്ര സർക്കാർ പൂർണ്ണ പരാജയമാണെന്നും അവർ പറഞ്ഞു. കേരളം ഇന്ത്യയിൽ അല്ല എന്ന മനോഭാവമാണ് കേന്ദ്രം വെച്ചുപുലർത്തുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി. ജില്ലാ പ്രസിഡന്റ് K. ഓമന അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സുബൈദ ഇസ്ഹാഖ് ആമുഖ പ്രഭാഷണം നടത്തി. ലോക മനുഷ്യാവകാശ ദിനാചരണത്തോടനുബന്ധിച്ച് സെൻട്രൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടമൈതാനം രക്തസാക്ഷി മണ്ഡപത്തിന് സമീപം മനുഷ്യാവകാശ ദിനാചരണം സംഘടിപ്പിച്ചു. രക്തസാക്ഷി മണ്ഡപത്തിന് സമീപം പ്രാർത്ഥന നടത്തിയ ശേഷം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൺമുഖാനന്ദൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഭാരതത്തിൽ നടപ്പിലാക്കാവുന്ന അന്താരാഷ്ട്ര ഉടമ്പടികളിലൂടെയും
സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യാവകാശങ്ങളോട് നിർവ്യാജ്യമായ വിശ്വസ്തതയും പൂർവ്വം പുലർത്തുമെന്നും ഈ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്റെ കർത്തവ്യം. സാധാരണക്കാർക്ക് ഏറ്റവും ദുരിതപൂർണമായ കാലഘട്ടത്തിൽ UDHRന്റെ പ്രസക്തിയും ആവശ്യകതയും കടമയും അദ്ദേഹം വിശദീകരിച്ചു. ജില്ലാ സെക്രട്ടറി നൂർ മുഹമ്മദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. TN സതീഷ് ആമുഖ പ്രഭാഷണം നടത്തി. ദേവദാസ് ഉള്ളാട്ടിൽ, രാജൻ മുണ്ടൂർ, P രാമദാസ് തുടങ്ങിയവർ പ്രഭാഷണങ്ങൾ നടത്തി. വ്യാവസായിക ഇടനാഴി പ്രഖ്യാപനം വന്നതോടെ പുതുശ്ശേരി, കഞ്ചിക്കോട് മേഖലകളിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ പിടിമുറുക്കുന്നു. കൃഷിഭൂമി ഉൾപ്പെടെ നിസ്സാര വിലയ്ക്ക് വാങ്ങി ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ വ്യാപകമായി നികത്തി വരുന്നതായി ആരോപണങ്ങളുണ്ട്. വ്യവസായ ഇടനാഴിക്കുള്ള സ്ഥലം ഏറ്റെടുക്കൽ അന്തിമഘട്ടത്തിലേക്ക് കടന്നതോടെ ഇതിന് സമീപം ഭൂമി വാങ്ങിക്കൂട്ടാൻ ഇത്തരക്കാരുടെ വലിയ തിരക്കാണ് കണ്ടുവരുന്നത്. നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം പോലും ലംഘിച്ച് വ്യാപകമായി കുളങ്ങളും തോടുകളും ഉൾപ്പെടെ റിയൽ എസ്റ്റേറ്റ് മാഫിയ നികത്തുകയാണെന്ന് മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ഡയറക്ടർ K കൃഷ്ണൻകുട്ടി പറഞ്ഞു. പാലക്കാട് ജില്ല 2008 നീർത്തട സംരക്ഷണ നിയമം പൂർണ്ണമായും സംരക്ഷിക്കുമെന്ന് കേരളം ഭരിക്കുന്ന പറയുന്നത്. വ്യവസായ മേഖലയിലെ പാലക്കാട്, ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി, പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് വഴി വരുന്നതിൻ്റെ പേരിൽ ഇവിടെയുള്ള സ്ഥലങ്ങളും തണ്ണീർത്തടങ്ങളും പുഴയും തോടും എല്ലാം ഭൂമാഫിയാക്കൾ വൻതോതിൽ വന്നിട്ടുള്ളത് ഇവിടുത്തെ ഭരണാധികാരികളായ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലുള്ള ഭരണാധികാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെയും വൻതോതിലുള്ള അഴിമതി പണം വാങ്ങിക്കുന്നവരുടെ ഒത്താശയോടുകൂടിയാണ് റിയൽ എസ്റ്റേറ്റ് ഭൂമാഫിയകൾ ഈ കൃഷിസ്ഥലങ്ങളെല്ലാം മണ്ണിട്ട് നികത്തുന്നത്, ഈ കാണുന്നതെല്ലാം മണ്ണിട്ട് നികത്തുന്നത്. ഇതിനെതിരെ ശക്തമായ നിയമ പോരാട്ടം നടത്തുന്നതും ഇതിനെതിരെ പരാതി നൽകിയിട്ടും ഫലമുണ്ടാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പുതുശ്ശേരി അയ്യപ്പ ഭക്ത സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി ആചാര്യവരണം നടത്തി. ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ സുധീർ നമ്പൂതിരി, മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി, പുതിയില്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തുടങ്ങിയവർക്ക് പൂർണ്ണകുംഭത്തോടെ സ്വീകരണം നൽകി. രാവിലെ കലവറ നിറയ്ക്കൽ, വൈകിട്ട് പ്രഭാഷണം എന്നിവ നടന്നു. വരാഹാവതാരം, ഭദ്രകാളി പ്രദുർഭാവം, നരസിംഹാവതാരം, ശ്രീകൃഷ്ണാവതാരം, രുക്മിണി സ്വയംവരം, കുജീലോപാഖ്യാനം, സമഹവിദ്യാ ഗോപാല മന്ത്രാർച്ചന, സർവൈശ്വര്യ പൂജ എന്നിവ നടക്കും. വെള്ളിയാഴ്ച വൈകിട്ട് രുക്മിണി സ്വയംവര ഘോഷയാത്ര, 15-ന് ഞായറാഴ്ച സമാപന ദിവസം യജ്ഞസമർപ്പണം, പ്രസാദോട്ട് എന്നിവ നടക്കും. ഡിസംബർ 15 വരെ സപ്താഹയജ്ഞത്തിൽ വൈകിട്ട് 7 മുതൽ പ്രഭാഷണം നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.